ആദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേക അന്വേഷണ പരമ്പരയാണ് വിറ്റുവോ വിശ്വാസം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കേസെടുത്ത് ED ECIR രജിസ്റ്റർ ചെയ്തു. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം 15 പ്രതികൾ. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് കേസ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഒടുവിൽ EDയുടെ കേസും വരുന്നു. ഇനി ക്രൈംബ്രാഞ്ച് കേസിലെ പ്രതികളെല്ലാം തന്നെ ED കേസിലും പ്രതികളാകും, അങ്ങനെ തന്നെയല്ലേ? രാഖി, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നു. നേരത്തെ അനുമതി ലഭിച്ചിരുന്നുവെങ്കിൽ പോലും അതിൻ്റെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി വരികയായിരുന്നുവെങ്കിൽ ECIR രജിസ്റ്റർ ചെയ്ത് ഏറ്റവും നിർണായകമായ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് സ്വർണ്ണക്കവർച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം കൂടി വരുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. കാരണം ഇതിലെ എല്ലാ പ്രതികളും നിലവിൽ സാധാരണഗതിയിൽ അതേ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതായത് ED കേസ് രജിസ്റ്റർ ചെയ്യുന്നു. മുൻപ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റ് അന്വേഷണ ഏജൻസികൾ, പോലീസോ മറ്റ് ഏത് അന്വേഷണ ഏജൻസിയാണോ നിലവിൽ സംസ്ഥാനത്തെ അന്വേഷണം നടത്തുന്നത്, ആ അന്വേഷണ ഏജൻസിയുടെ അതേ പ്രതിപട്ടിക ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുക എന്ന ഒരു നടപടിക്രമമാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 15 പേരെ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത്. നിലവിൽ SIT പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം മുഴുവൻ ആളുകളും, അതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, അംഗങ്ങളുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഉൾപ്പെട്ട ആളുകളുണ്ട്. ഇവരെല്ലാവരും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിലും പ്രതികളാകും എന്ന് മാത്രമല്ല, ഈ ആളുകളെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും അന്വേഷണം ഇനി പ്രധാനമായും മുന്നോട്ട് പോവുക. ആദ്യഘട്ടത്തിൽ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിനൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ വിശദമായി ചോദ്യം ചെയ്യണം. PMLA വകുപ്പുകൾ എല്ലാവർക്കുമെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ഈ ആളുകൾക്കെതിരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ ഒരു കേസിന്റെ പ്രാഥമിക വിവരശേഖരണം അന്വേഷണ സംഘം നിർണായകമായ വാർത്തയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ECIR രജിസ്റ്റർ ചെയ്തു, ED കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് നിന്നൊരു സുപ്രധാനമായ വാർത്ത വരികയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യുകയാണ്. SIT ആണ് ചോദ്യം ചെയ്യുന്നത്. രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ തുടരുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, വളരെ നിർണായകമായ ഒരു വിവരമാണ് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. തന്ത്രി ഇപ്പോൾ ചോദ്യമുനയിലാണ്. പറയൂ പ്രജിത്ത്, എപ്പോഴാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്? കസ്റ്റഡിയിലേക്കാണ് കാര്യങ്ങൾ എന്നുള്ളതാണോ? കസ്റ്റഡിയിലെ കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല. എന്തായാലും അന്വേഷണ സംഘം തന്ത്രി ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബാംഗമായിട്ടുള്ള തന്ത്രി കണ്ഠരര് രാജീവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച മൊഴിയെടുപ്പാണ്, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ശബരിമലയിലെ ദേവസ്വം ബോർഡ് അധികൃതർ അല്ലെങ്കിൽ ശബരിമലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ തുടങ്ങിയ ആളുകൾക്കപ്പുറത്തേക്ക് തന്ത്രി കുടുംബത്തിലെ ഒരു അംഗം കൂടി ഇപ്പോൾ ഈ ചോദ്യമുനയിലാകുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഞെട്ടിക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങളിലാണ് അന്വേഷണ സംഘം വ്യക്തത തേടുന്നത് ഈ തന്ത്രിയിൽ നിന്ന്? തന്ത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കുടുംബത്തിന് അല്ലെങ്കിൽ തന്ത്രിക്കും മറ്റുള്ളവർക്കുമൊക്കെ ബന്ധമുണ്ട്, അവർക്ക് പരിചയമുണ്ട് എന്നടക്കമുള്ള മൊഴികൾ നേരത്തെയുണ്ട്. പ്രത്യേകിച്ച് പത്മകുമാർ അടക്കമുള്ളവർ അങ്ങനെ ഒരു മൊഴികൾ നൽകിയ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ശബരിമലയിൽ തന്ത്രിയുമായിട്ട് അടുത്ത ബന്ധം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മറ്റ് ഗോവർദ്ധൻ അടക്കമുള്ളവർക്കുണ്ട്. അതോടൊപ്പം തന്നെ തന്ത്രി കുടുംബത്തിലെ അംഗങ്ങൾ ഈ പറയുന്ന രീതിയിൽ ബാംഗ്ലൂരിലും മറ്റുമൊക്കെ പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പോയതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പൂജകൾക്കും മറ്റുമൊക്കെ പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണ കവർച്ച കേസിലെ പ്രധാനപ്പെട്ട പ്രതികളുമായി അടുത്ത ബന്ധം ഈ തന്ത്രി കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള മൊഴികൾ നേരത്തെ തന്നെയുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നിർണായകമായിട്ടുള്ള പ്രതികളുമായിട്ടുള്ള അടുത്ത ബന്ധം നിലനിർത്തി എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ നേരത്തെ നമ്മൾ ഈ സ്വർണ്ണപ്പാളികൾ വിവിധ ക്ഷേത്രങ്ങളിലും മറ്റുമെത്തേക്ക് പൂജിച്ച് നടന്ന സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഇതൊക്കെ പല സ്ഥലങ്ങളിലും എത്തിച്ച സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആ ക്ഷേത്രങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഈ തന്ത്രിയെ കൊണ്ടുപോയതും അവിടെ പൂജ നടത്താൻ ഏർപ്പാടുകളൊക്കെ ചെയ്തതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ളൊരു കണ്ടെത്തൽ അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും
പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. SITയുടെ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തന്ത്രി കുടുംബത്തിലേക്കും ഒരു പരിശോധന, ഒരു അന്വേഷണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് ഭക്തരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടൽ ഉളവാക്കുന്ന സംഭവം തന്നെയായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ തന്ത്രി കുടുംബത്തിലെ മറ്റംഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ അന്നൊന്നും സ്ഥിരീകരിക്കപ്പെടുന്ന വാർത്തകളായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ തന്ത്രി കുടുംബാംഗമായിട്ടുള്ള നമുക്കിപ്പം VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ചേരുകയാണ്. ശ്രീ വിജി തമ്പി, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്ന ദിവസമാണ് ഇന്ന്. ഇപ്പോൾ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നുണ്ട്